Hi, welcome back to my channel for the sake of love and peace. ഫസ്റ്റ് തന്നെ ഞാൻ എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും, അത് യൂട്യൂബിലായാലും ഫേസ്ബുക്കിലായാലും ഇൻസ്റ്റയിലായാലും കാണുന്ന എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട്. അതോടൊപ്പം തന്നെ അത് ലൈക്ക് ചെയ്യണവർക്കും അതിനെപ്പറ്റി കമൻസ് പറയണവർക്കും അത് ഏത് രീതിയിലുള്ള കമൻസ് ആയാലും ഐ ഓൾവേസ് അപ്രീഷിയേറ്റ് യുവർ കമൻസ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് ഇപ്പോൾ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള സബ്ജക്റ്റായ ഒരു കുട്ടി സൂയിസൈഡ് ചെയ്ത് ഒരു ബോയ് സൂയിസൈഡ് ചെയ്ത ടോപ്പിക്കിനെ കുറിച്ചാണ്. ആ ടോപ്പിക്കിനെ കുറിച്ച് ഞാൻ എന്തുകൊണ്ട് പറയുന്നു എന്ന് ചോദിച്ചാൽ, ഐ ഹാവ് ഓൾസോ എ ഫാമിലി ആൻഡ് ഐ ആം എ മോം. സോ എനിക്കത് പറയാനുള്ളൊരു റെസ്പോൺസിബിലിറ്റി ഉള്ളതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അതിനെക്കുറിച്ച് ഫസ്റ്റ് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ, വി പാരൻസ് ആർ റെസ്പോൺസിബിൾ ഫോർ അവർ ചിൽഡ്രൻ. നമ്മുടെ കുട്ടികളുടെ ഒരു 90% കാര്യങ്ങൾക്കും നമ്മൾ പാരൻസാണ് റെസ്പോൺസിബിൾ. അല്ലാതെ അതിന് മറ്റ് ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു 10% സൊസൈറ്റി ഉണ്ടാവും, സൊസൈറ്റിയുടെ ഒരു ഇൻഫ്ലുവൻസ് എന്തായാലും ഉണ്ടാവും. എന്നാലും നമ്മൾ പാരൻസ് 90% റെസ്പോൺസിബിൾ പാരൻസാണ്. ഇനി അതെങ്ങനെ പാരൻസ് ആവും, പാരൻസിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് എങ്ങനെയാണ് അതിൻ്റെ വിശദീകരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കുട്ടികൾക്ക് പുറത്തു നിന്നായാലും അല്ലാതെ എവിടെ നിന്നായാലും ഏതൊക്കെ രീതിയിലുള്ള ബാഡ് ഇൻസിഡൻസോ അല്ലെങ്കിൽ അവരുടെ ഇമോഷൻസിനെ ഹേർട്ട് ചെയ്യുന്ന രീതിയിലുള്ള എന്ത് ഇൻസിഡൻസ് ഉണ്ടായാലും അത് വീട്ടിൽ വന്ന് പറയാനുള്ള ഒരു ഫ്രീഡവും ഒരു അറ്റ്മോസ്ഫിയറും നമ്മൾ പാരൻസ് ക്രിയേറ്റ് ചെയ്തിരിക്കണം. അവർക്ക് അത് ഏതെങ്കിലും രീതിയിൽ പറയാൻ മോശമായിട്ടോ അല്ലെങ്കിൽ അമ്മ അച്ഛനും എന്ത് വിചാരിക്കും എന്ന ഒരു ചിന്തയിലേക്ക് നമ്മൾ ഒരിക്കലും എത്തിപ്പിക്കരുത് അവരെ. അവർക്ക് അതിനുള്ള ഫ്രീഡവും അറ്റ്മോസ്ഫിയറും നമ്മൾ മസ്റ്റായിട്ടും വീട്ടിൽ ക്രിയേറ്റ് ചെയ്തിരിക്കണം. സെക്കൻഡ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുട്ടികൾക്ക് എന്ത് ബാഡായിട്ടുള്ള തിങ്സ് പുറത്ത് വീടിന് ഔട്ട്സൈഡ് ഓഫ് ദ ഹോം ഹാപ്പൻ ചെയ്താലും വി വിൽ ബി ദർ വിത്ത് യു ആൻഡ് യു ക്യാൻ കം ഹോം ആൻഡ് ദർ വിൽ ബി എ സൊല്യൂഷൻ ഫോർ എവറിത്തിങ് എന്നുള്ള ഒരു ഷുവർട്ടി നമ്മൾ കുട്ടികൾക്ക് കൊടുത്തിരിക്കണം. അതായത് എന്ത് ബാഡ് തിങ്സ് ഹാപ്പൻ ചെയ്യാനും നിങ്ങൾക്ക് വീട്ടിലേക്ക് വരാം, നമ്മളോട് പറയാം, പാരൻസിൻ്റെ അടുത്ത് പറയാം. അതിനുള്ള സൊല്യൂഷൻ നമ്മൾ പാരൻസിൻ്റെ അടുത്ത് നിന്ന് മസ്റ്റായിട്ട് കിട്ടിയിരിക്കും എന്നുള്ള ഒരു ഉറപ്പ് നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ എന്തായാലും കൊടുത്തിരിക്കണം. അങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെ ഇങ്ങനെ കുറേ ഇൻസിഡൻസ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഇനി കുട്ടികൾക്ക് എന്തെങ്കിലും സ്കൂളിൽ കുറച്ച് ബാഡായിട്ടുള്ള എന്തെങ്കിലും ഹാപ്പൻ ചെയ്യലും മറ്റുള്ള കുട്ടികളിൽ നിന്ന് എന്തെങ്കിലും രീതിയിലുള്ള വളരെ മാനസികമായിട്ട് തകർക്കുന്ന രീതിയിലുള്ള ഇൻസിഡൻസ് എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ കുട്ടികൾക്കത് സ്കൂളിൽ തന്നെ കംപ്ലൈൻറ്റ് ചെയ്യാൻ പേടിയായിരിക്കും. അല്ലെങ്കിൽ അത് സ്കൂളിൻ്റെ മാനേജ്മെൻറ്റിനെ എങ്ങനെ ബാധിക്കും എന്നുള്ള പേടിയും കുട്ടിക്ക് ഉണ്ടാവുമായിരിക്കും. അപ്പോൾ അതിനുള്ളൊരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ, വീട്ടിൽ വന്ന് അതിനെപ്പറ്റി സംസാരിക്കുക തന്നെയാണ് അതിനുള്ള സൊല്യൂഷൻ. വീട്ടിൽ വന്ന് സംസാരിക്കുമ്പോൾ അവർ സ്കൂളിൽ ചെന്ന് കംപ്ലൈൻറ്റ് പറയുമ്പോൾ സ്കൂളിൻ്റെ അധികാരികൾ വിളിച്ചിട്ട് പറയും. അവർക്ക് അത് മോശമായിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ പറയും, കുട്ടി നിങ്ങൾക്കത് ബുദ്ധിമുട്ടാണെങ്കിൽ കുട്ടിയുടെ TC വാങ്ങിച്ചിട്ട് സ്കൂളിൽ നിന്ന് പൊക്കോളൂ എന്ന് പറയും. അപ്പോൾ ആ TC വാങ്ങിച്ചിട്ട് സ്കൂളിൽ നിന്ന് ആ കുട്ടിയെ നമുക്ക് നമ്മുടെ അടുത്തേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു കറേജ് അല്ലെങ്കിൽ ഒരു ധൈര്യം പാരൻസ് കാണിച്ചേ പറ്റൂ. അതും ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒഴിവാക്കാനുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും, അങ്ങനെ കുട്ടിയുടെ TC വീട്ടിലേക്ക് തിരിച്ച് വാങ്ങിച്ചുകൊണ്ടുവന്നാൽ ആ കുട്ടിയുടെ ഫ്യൂച്ചർ എന്താവും എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ ഇപ്പോഴത്തെ പ്രസൻറ്റ് മെൻ്റൽ സ്റ്റെബിലിറ്റി അതിനെ ആശ്രയിച്ചിരിക്കും ആ കുട്ടിയുടെ ഫ്യൂച്ചർ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ പ്രസൻറ്റിൽ ആ കുട്ടിയുടെ ലൈഫിൽ എന്തൊക്കെ ഹാപ്പൻ ചെയ്യുന്നുണ്ടോ അത് ആ കൊച്ചിനെ ട്രോമയിലേക്കും ഒരു മെൻ്റൽ ഡിഫിക്കൽറ്റിയിലേക്കും എഫക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ കൊച്ചിൻ്റെ ഫ്യൂച്ചറിലെ ഓരോ പാർട്സിലേക്കും അത് എഫക്റ്റ് ചെയ്യും. അതിലും ബെസ്റ്റ് ഇപ്പോൾ പ്രസൻറ്റിൽ ആ കൊച്ചിനെ എങ്ങനെ സമാധാനം കൊടുക്കാൻ പറ്റും അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതും ഇങ്ങനത്തെ സൂയിസൈഡ് ഒക്കെ ഒഴിവാക്കാൻ പറ്റിയ വേറൊരു പോയിന്റാണ്. ഓക്കെ, ഇപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ സജസ്റ്റ് ചെയ്യാൻ മാത്രം എനിക്കെന്ത് റൈറ്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനും 3 കുട്ടികളുടെ ഒരു അമ്മയാണ്, ഒരു പാരൻ്റാണ്. ആ നിലയ്ക്ക് എൻ്റെ കുട്ടികൾക്ക് ഞാനൊരു ഷുവർട്ടി കൊടുത്തിട്ടുണ്ട്. ഇഫ് എനിത്തിങ് ബാഡ് ഹാപ്പൻസ് ഔട്ട്സൈഡ് ഓഫ് ദ ഹോം, എന്തെങ്കിലും ബാഡായിട്ടുള്ള തിങ്സ് പുറത്തുനിന്ന് അവർക്ക് ഉണ്ടാവുകയാണെങ്കിൽ അത്
വെർബൽ ആയിക്കോട്ടെ, ഫിസിക്കൽ ആയിക്കോട്ടെ, മെന്റൽ ആയിക്കോട്ടെ, ഐ വിൽ ബി ദർ വിത്ത് യു എന്നുള്ളൊരു പ്രോമിസ് ഞാൻ എൻ്റെ മക്കൾക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇതുവരെയൊക്കെ അങ്ങനെയൊക്കെ പോയിട്ടുള്ളൂ. നാളെ എന്താവും, ഫ്യൂച്ചർ എന്താവും എന്ന് നമുക്കറിയില്ല. എന്നാലും ഐ വിൽ ബി ദർ വിത്ത് യു, അത് എനിക്ക് ഷുവറായിട്ടും പറയാൻ പറ്റും. അതിപ്പോൾ TC തന്നിടുന്ന കേസാണെങ്കിലും, സ്കൂളിൽ നിന്ന് പറഞ്ഞു വിടുന്ന കേസാണെങ്കിലും, കോളേജിൽ നിന്ന് പറഞ്ഞു വിടുന്ന കേസാണെങ്കിലും, എന്ത് കാര്യമാണെങ്കിലും എൻ്റെ മക്കളുടെ മെൻ്റൽ പീസോ തകർക്കുന്ന രീതിയിലുള്ള എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ഐ വിൽ ബി ദർ വിത്ത് യു. ഓക്കെ, താങ്ക് യു ഫോർ ലിസണിങ്.